മുറിയിൽ കട്ടിലിരുന്ന് ഫോണിൽ ഇൻസ്റ്റഗ്രാമിൽ ചാറ്റ് ചെയ്യുകയാണ് അഞ്ജലി. അപ്പോഴാണ് അവളുടെ മുറിയിലെ ഡോർ ആഞ്ഞു തുറന്ന് വിദ്യ അകത്തേക്ക് വന്നത്. ഓ, നിനക്ക് ഇവിടെ ഇരുന്ന് ഫോണിൽ കുത്തിയാൽ മതിയല്ലോ, പുറത്ത് നടക്കുന്നതൊന്നും നിനക്കറിയണ്ടല്ലോ. കതക് അകത്തു നിന്നും ലോക്ക് ചെയ്ത് വിദ്യ അഞ്ജലിയുടെ നേർക്ക് ചീറി. വന്ന് കയറിയപ്പോഴേ വെറുതെ എന്റെ മെക്കിട്ട് കയറാതെ അമ്മ കാര്യം പറ. ഫോൺ മാറ്റി കട്ടിലേക്ക് വെച്ച് അഞ്ജലി എഴുന്നേറ്റ് നിന്നു. എടി പോത്തെ, നിനക്കറിയോ, വൃന്ദ കാർത്തികയ്ക്ക് വേണ്ടി ആ അനിരുദ്ധിനെ ആലോചിച്ചു. അമ്മ എന്താ തമാശ പറയുകയാണോ? വല്യേട്ടന് വേണ്ടി കാർത്തികയെ കല്യാണം ആലോചിച്ചെന്നോ? കേൾക്കാൻ നല്ല രസമുണ്ട്. അഞ്ജലി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. എടി മരക്കഴുതേ, ഇത് തമാശയൊന്നുമല്ല, ഉള്ളത് തന്നെയാ. അവളും രാജീവനും കൂടെ അമ്മയോട് കാർത്തികയെ അനിരുദ്ധിനെ കൊണ്ട് കെട്ടിക്കണം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടതാ. നിനക്കെന്താ, നീ ഇവിടെ ഫോണും കുത്തിക്കൊണ്ടിരുന്നോ? ഒടുക്കം സ്വത്തുക്കളെല്ലാം കണ്ടവളുമാര് കൊണ്ടുപോകുന്നത് കാണേണ്ടി വരും. വിദ്യ പുച്ഛത്തോടെ പറഞ്ഞതും അഞ്ജലിയുടെ മുഖം ചുവന്നു. കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ് അനിയേട്ടൻ നിൽക്കുന്നേ, പിന്നെ എങ്ങനെയാ അമ്മേ കാർത്തികയെ അനിയേട്ടൻ സ്വീകരിക്കുന്നേ? എടി, അവൻ അവളെ സ്വീകരിക്കുവോ ഇല്ലയോ എന്നല്ല, വൈഭവിനെ ഇനി കിട്ടില്ലെന്ന് തോന്നിയിട്ടല്ലേ വിദ്യ പ്ലേറ്റ് ഇങ്ങനെ തിരിച്ചതും. അതിനർത്ഥം വൈഭവിന്റെ മേലുള്ള വൃന്ദയുടെയും കാർത്തികയുടെയും കണ്ണു മാറിക്കിട്ടി. ഇനി നമുക്ക് മുന്നിൽ തടസ്സമായി നിൽക്കുന്ന ആ പിച്ചക്കാരി പെണ്ണ ശിവാമി. അവളെ എങ്ങനെ ഒഴിവാക്കാമെന്നാ നമ്മൾ ആലോചിക്കേണ്ടേ. പക്ഷേ എങ്ങനെയാ അമ്മേ, അവളുടെ അടുത്തേക്കൊന്നും അടുക്കാൻ പറ്റില്ല നമുക്ക്. അമ്മ കണ്ടിട്ടുള്ളതല്ലേ അവളുടെ ചാട്ടം. മാത്രമല്ല വൈഭവേട്ടനും അവളോടൊരു ചായ്വുണ്ട്. ചുണ്ടുകോട്ടി വിഷമത്തിൽ പറഞ്ഞു അഞ്ജലി. എടി മോളെ, എത്ര സ്നേഹമുണ്ടെങ്കിലും എല്ലാ ഭർത്താക്കന്മാരുടെയും ഉള്ളു വേദനിക്കുന്നത് എപ്പോഴാണെന്നറിയോ? അവരുടെ ഭാര്യമാർക്ക് മറ്റൊരു പുരുഷനുമായി അടുപ്പമുണ്ടെന്ന് അറിയുമ്പോൾ, അതായത് അവിഹിതം. അമ്മ എന്താ പറഞ്ഞു വരുന്നേ? ശിവാമിക്ക് ആരുമായി ആ അവിഹിതമുള്ളേ? വിദ്യ പറഞ്ഞത് കേട്ട അഞ്ജലി മനസ്സിലാവാതെ ചോദിച്ചു. എടി പെണ്ണെ, ഉണ്ടെന്നല്ല, ഉള്ളതായിട്ട് നമ്മൾ വരുത്തി തീർക്കണം. അതിന് അവൾക്ക് പറ്റിയ ഒരു കൂട്ടും ഈ വീട്ടിൽ തന്നെയുണ്ട്. ആര്? അഞ്ജലി ആകാംക്ഷയോടെ ചോദിച്ചു. നമ്മുടെ അനിരുദ്ധൻ തന്നെ. അവൻ വന്നതിന് ശേഷം ആ ശിവാമിയുമായി മാറിയും തിരിഞ്ഞുമൊക്കെ സംസാരിക്കുന്നത് ഞാൻ പലതവണ കണ്ടിട്ടുണ്ട്. സ്വന്തം ഏട്ടന് ഭാര്യയുമായി വേണ്ടാത്ത ബന്ധമുണ്ടെന്നറിഞ്ഞാൽ വൈഭവ് തന്നെ അവളെ ഇവിടുന്ന് അടിച്ചിറക്കും. ചുണ്ടിൽ ക്രൂരമായ ചിരിയോടെ വിദ്യ അത് പറഞ്ഞതും അഞ്ജലിയുടെ മുഖവും വിടർന്നു. അമ്മ പറഞ്ഞത് ശിവാമിക്കെതിരെ പ്രയോഗിക്കാനുള്ള ഏറ്റവും നല്ല ഒരു ചാൻസ് ആണെന്ന് അവളും ഉറപ്പിച്ചു. ഒരു സർജറിക്ക് ശേഷം തന്റെ ക്യാബിൽ ഇരിക്കുവാണ് വൈഭവ്. സിംഗ് ചെയറിൽ തല ചായച്ച് കണ്ണുകൾ അടച്ചു കിടക്കുവാനവൻ. അനിയുടെ കാര്യം ഓർത്ത് മൈൻഡ് നല്ല ഡിസ്റ്റർബാണ്. കൂട്ടത്തിൽ ഓഡിറ്റിംഗ് ഡേ അടുക്കുന്നുണ്ട്. ഇത്രയും നാളെ കണക്കെല്ലാം ആനന്ദ് ഹാൻഡിൽ ചെയ്യാത്തതിനാൽ ഒന്നിൽ നിന്നും എല്ലാം ഒന്നുകൂടി നോക്കണം. ഇല്ലെങ്കിൽ ഓഡിറ്റിംഗിൽ എന്തെങ്കിലും തെറ്റുപറ്റിയാൽ പണിയാവും. അവന് വല്ലാത്ത തലവേദന തോന്നി, വല്ലാത്തൊരു ഫ്രസ്ട്രേഷൻ. സാധാരണ ഇങ്ങനെയാകുമ്പോൾ ആകെയുള്ള ഉപാധി മദ്യമാണ്, ഇല്ലെങ്കിൽ നടാശ. പെട്ടെന്ന് അവളെ ഓർത്തതും വൈഫ് കണ്ണുകൾ തുറന്ന് നേരെയിരുന്നു. മേശപ്പുറത്ത് നിന്ന് ഫോണെടുത്ത് അതിലെ നടാഷയുടെ നമ്പർ എടുത്തു. എന്നാൽ ആ നമ്പറിലെ കോൾ ബട്ടൺ അമർത്താൻ തുടങ്ങിയതും അവന്റെ കൈ ഒരു നിമിഷം സ്റ്റക്കായി. മൈ കോൺട്രാക്ട് വൈഫ് എന്ന് സേവ് ചെയ്ത നമ്പറിൽ നിന്നും ഫോണിലെ ഡിസ്പ്ലേയിൽ മുകളിൽ ഒരു വാട്സാപ്പ് മെസ്സേജ് തെളിഞ്ഞു വന്നു. ഒരു വോയിസ് ക്ലിപ്പും വന്നതിന്റെ മെസ്സേജാണ്. ശിവാമി. അവന്റെ ചുണ്ട് മന്ത്രിച്ചു. ഡോക്ടറെ, കറങ്ങി തിരിഞ്ഞ് കളിച്ചു നടക്കാതെ വൈകിട്ട് നേരത്തെ വരണേ, മുത്തശ്ശി പറയാൻ പറഞ്ഞു. പിന്നെ ബുജിയും. വോയിസ് പ്ലേ ചെയ്തതും വൈഫ് ചിരിച്ചുപോയി. ശിവയുടെ സ്വരം കേട്ടപ്പോഴേ മുഖത്ത് തെളിഞ്ഞ സന്തോഷത്തോടെ തന്നെ അവൻ വെളിയിലേക്ക് ഇറങ്ങി. ചിരിച്ചുകൊണ്ട് തന്നെ പുറത്തേക്ക് നടന്നു. അവന്റെ ഓപ്പോസിറ്റ് വന്ന സ്റ്റാഫ് എല്ലാം അവനെ കണ്ട് ബഹുമാനപൂർവ്വം വിഷ് ചെയ്തതും ആദ്യമായി ഡോക്ടർ വൈഭവ് വർമ്മ പുഞ്ചിരിയോടെ അവരെല്ലാം തിരിച്ചൊന്ന് വിഷ് ചെയ്തു. അത് കണ്ടവരുടെ എല്ലാം കണ്ണിൽ അമ്പരപ്പ് നിറഞ്ഞു. എന്റെ ദൈവമേ, ആ ചിരിച്ചുകൊണ്ട് പോകുന്നത് നമ്മുടെ ചൂടൻ ഡോക്ടർ തന്നെയാണോ? അതോ നമ്മുടെ എല്ലാവരും സ്വപ്നം കാണുവാണോ? അവിടെ ലോബിയിൽ നിന്ന് കുറച്ച് ഡോക്ടർമാരിൽ ഒരാൾ വൈഭവിനെ നോക്കി ആശ്ചര്യത്തോടെ പറഞ്ഞു. മീരയും ഉണ്ടായിരുന്നു അവർക്കൊപ്പം. സ്വപ്നമൊന്നുമല്ല എൻ്റെ നീന ഡോക്ടറെ. അതെ, വൈഭവ് സാർ തന്നെയാ. സാറിന്റെ ഈ മാറ്റത്തിന് തരയണ മന്ത്രം എന്ന് പറയുന്നേ. കൊള്ളാവുന്ന ഒരു പെണ്ണു ഭാര്യയായി വന്നതിന്റെ ഗുണമാ അത്. അല്ല, സാർ ഈ ജന്മത്ത് കല്യാണം കഴിക്കില്ലെന്നൊക്കെ പറഞ്ഞ ആളുകളൊക്കെ ഇപ്പോൾ എന്തിയേ എന്തോ. അടുത്ത് നിൽക്കുന്ന മീരയെ ഒന്ന് നോക്കി ഒന്ന് കൊള്ളിച്ചുകൊണ്ട് സിമി ഡോക്ടർ നീനയോട് പറഞ്ഞു. അതുകൂടി കേട്ടത് മീരയുടെ മുഖം കടന്നൽ കുത്തിയതുപോലെ വീർത്ത് കെട്ടി. സിമിയെയും നീനയും ഒക്കെ ദേഷ്യത്തോടൊന്ന് നോക്കിയിട്ട് മീര ചാടിത്തുള്ളി അവിടെ നിന്നും പോയി. മുത്തശ്ശനും മുത്തശ്ശിക്കും എല്ലാവരോടുമായി സംസാരിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ കുടുംബത്തിലുള്ളവർ എല്ലാം ആ വലിയ ഹാളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. വൈഭവ് കൂടി വന്നാൽ മതി ഇനി. ശിവയുടെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് എല്ലാം മുറ്റത്തേക്ക് നീളുന്നുണ്ട്. ഇത് എത്ര നേരമായി ഇങ്ങനെ ഒരുത്തന് വേണ്ടി നോക്കി നിൽക്കുന്നേ? നിന്ന് നിന്ന് മനുഷ്യന്റെ കാൽ കഴിക്കുന്നു. ഞാൻ പോകുക. നിന്നും അടുത്ത വിദ്യ അടുത്തു നിൽക്കുന്ന തന്റെ ഭർത്താവ് സുരേഷിനോട് പറഞ്ഞു. എന്റെ വിദ്യയെ, ഒന്നും മിണ്ടാതെ അവിടെ അടങ്ങി നിൽക്കുന്നേ. അച്ഛൻ ഇനി എന്നാ പറയാനാ വിളിപ്പിച്ചതെന്ന് ഓർത്ത് ടെൻഷൻ അടിച്ച ഞാനിവിടെ നിൽക്കുന്നേ. സുരേഷ് പതിയെ ചൂടായി പറഞ്ഞത് വിദ്യ അയാളെ ചുണ്ടുകൂട്ടി കാണിച്ചു. പ്രിയതമന് ഉടനെ ആഗതനാകും തോഴി. ഇങ്ങനെ ഡെസ്പടിച്ച് ബ്യൂട്ടി കളയല്ലേ.
പുറത്തേക്ക് നോക്കുന്ന ശിവയോട് അടുത്ത് നിൽക്കുന്ന അപ്പു കളിയോടെ പറഞ്ഞത് ശിവ അവളുടെ കൈക്കിട്ട് ഒരു കിഴുക്ക് വെച്ചു കൊടുത്തു. അപ്പു കാറാനായി വാ തുറന്നതും വൈഫുവിന്റെ കാർ മുറ്റത്ത് വന്നതും ഒരുമിച്ചായിരുന്നു. ദേ കുഞ്ഞേട്ടൻ വന്നല്ലോ. അപ്പു സന്തോഷത്തോടെ വിളിച്ചു കൂവിയതും ശിവയുടെ കണ്ണുകൾ അങ്ങോട്ടേക്ക് പാഞ്ഞു. കാറിൽ നിന്നിറങ്ങി വൈഫവ് ഉമ്മറത്തേക്ക് കയറിയതും ശിവ ഓടി അവന്റെ അരികെ എത്തിയിരുന്നു. എന്താടോ, ഒരു ജാഥയ്ക്കുള്ള ആളുണ്ടല്ലോ ഹാളിൽ. എന്നെ ക്രൂശിക്കാൻ കൂടിയതാണോ എല്ലാം? ഹാളിലേക്ക് കണ്ണോടിച്ച് ശിവയോട് ചോദിച്ചു അവൻ. ഏയ് അതൊന്നുമല്ല, മുത്തശ്ശൻ എന്തോ കാര്യമായിട്ട് പറയാനുണ്ടെന്ന്. അതിനുവേണ്ടി വിളിച്ചേക്കുവാ എല്ലാവരെയും. ഡോക്ടർക്ക് വേണ്ടിയാ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നേ. അവനുമായി അകത്തേക്ക് കയറുന്നതിനിടെ ശിവ പതിയെ പറഞ്ഞു. ആ ഉണ്ണിക്കുട്ടാ, നീ എത്തിയോ? എത്ര നേരമായി നിന്നെ നോക്കി കണ്ണിൽ എണ്ണയും ഒഴിച്ച് കാത്തിരിക്കുമായിരുന്നു അപ്പച്ചിയെന്ന് അറിയോ? വൈഭവനെ കണ്ടതും വിദ്യ സ്നേഹം ഒലിപ്പിക്കാൻ തുടങ്ങി. അതെന്താ അപ്പച്ചി, എണ്ണ ഒഴിച്ച് തിരിയിടാനായിട്ട് ഇപ്പോൾ അപ്പച്ചിയുടെ കണ്ണിലാണോ ഇവിടുത്തെ വിളക്ക് കത്തിക്കുന്നേ? മുഖത്തെ ഗൗരവം തെറ്റിക്കാതെ അവൻ കടുപ്പിച്ച് അവരോട് ചോദിച്ചതും കാറ്റഴിച്ചുവിട്ട ബലൂൺ പോലെയായി വിദ്യ. ശിവയും അപ്പുവുമെല്ലാം പരസ്പരം നോക്കി ചിരിച്ചു. ഉണ്ണി, നിനക്ക് ക്ഷീണമുണ്ടെങ്കിൽ ഒന്ന് ഫ്രഷായിട്ട് വേഗം വാ. മുത്തശ്ശന് ഒരു അത്യാവശ്യമായി ഒരു കാര്യം സംസാരിക്കണം. മുത്തശ്ശി അവനെ നോക്കി പറഞ്ഞതും അവിടുന്ന് എസ്കേപ്പ് ആവാൻ നോക്കിയിരുന്ന പോലെ വൈഭവ് മുറിയിലേക്ക് പോകാൻ തുടങ്ങി. ഡോക്ടറെ, ഇതെങ്ങോട്ടാ പോണേ? ശിവ അവന്റെ കൈക്ക് പിടിച്ചു വലിച്ചു പതിയെ ചോദിച്ചു. മുത്തശ്ശി പറഞ്ഞത് നീ കേട്ടില്ലേ? വേണേൽ പോയി കുളിച്ചിട്ട് വരാൻ. അയ്യേ, അതൊരു ഔപചാരികമായി മുത്തശ്ശി പറഞ്ഞതാ. അത് കേട്ടതും ഓടുവാണോ? ഇവരെല്ലാം നിങ്ങൾക്ക് വേണ്ടി നോക്കി നിന്നതല്ലേ. അപ്പോൾ ഇവിടെ നിൽക്ക്. എനിക്കെങ്ങും വയ്യ ഈ സർക്കസ് കാണാൻ. വെറുതെ മനുഷ്യനെ മെനക്കെടുത്ത. ഞാൻ പോവാ. അവൻ പിറുപിറുത്തുകൊണ്ട് വീണ്ടും പോകാനായി തിരിഞ്ഞു. അയ്യോ ഡോക്ടറെ, പോവല്ലേ പ്ലീസ്. എനിക്ക് വേണ്ടി നിൽക്ക് ബുജി. ശിവ അവന്റെ കയ്യിലുള്ള പിടുത്തം മുറുക്കിക്കൊണ്ട് ചുണ്ടു മലർത്തി ചോദിച്ചു. ഇപ്പൊ നിങ്ങൾ ഇവിടെ നിന്ന നിങ്ങളുടെ കുശുമ്പി അമ്മായിമാരുടെയും മോളുടെയും മുന്നിൽ എനിക്കൊന്ന് ആളാകാം. പ്ലീസ് മാഷേ. ശിവ വീണ്ടും കെഞ്ചിയതും വൈഭവിന്റെ ചുണ്ടിന്റെ കോണിൽ ഒരു പതിഞ്ഞ ചിരി വിരിഞ്ഞു. അവനൊന്നും മിണ്ടാതെ അവിടെ ഭിത്തിയിൽ ചാരി കൈ കെട്ടി നിന്നു. ശിവയ്ക്ക് സന്തോഷമായി. അവൾ അവർക്ക് അഭിമുഖമായി ചുവന്ന മുഖത്തോടെ നിൽക്കുന്ന അഞ്ജലിയെ നോക്കി ഒന്ന് ചിരിച്ചു കാണിച്ചു. ഇപ്പൊ എങ്ങനെ ഉണ്ടടി എന്നൊരർത്ഥം വെച്ച്. അഞ്ജലി അരിശത്തോടെ മുഖം വെട്ടിച്ചു. അച്ഛൻ എന്താ സംസാരിക്കാനുള്ളത്? വൈഭവ് പോകുന്നില്ലെന്ന് കണ്ട മഹേന്ദ്രൻ ചോദിച്ചു. മുത്തശ്ശനെയും മുത്തശ്ശിയും പരസ്പരം ഒന്ന് നോക്കി. ഞങ്ങൾ തറവാട്ട് ജോത്സ്യനെ ഒന്നും പോയി കണ്ടിരുന്നു. അദ്ദേഹം പ്രശ്നം വെച്ചപ്പോൾ ഒന്ന് രണ്ട് ദോഷം കാണിച്ചു. അതും ഇവിടുത്തെ ഇളം തലമുറയിലുള്ള കുട്ടികൾക്കാണ് ബാധിച്ചിരിക്കുന്നത്. അതിന് പരിഹാരമായി കുടുംബത്ത് ഒരു പൂജ ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞു. കുട്ടികളുടെ പരീക്ഷ ഈ ആഴ്ച തീരുന്നത് കൊണ്ട് അടുത്ത ഞായറാഴ്ച തറവാട്ടിൽ വെച്ച് ഒരു പൂജ നടത്തുന്നുണ്ട്. അതിന് മുടക്കം പറയാതെ ഈ വീട്ടിലുള്ളവരും ഇവിടുത്തെ സംബന്ധമുള്ളവരും എല്ലാം പൂജയ്ക്ക് ഉണ്ടാവണം. എല്ലാവരെയും ഒന്ന് നോക്കി ഗൗരവത്തോടെ മുത്തശ്ശൻ പറഞ്ഞു. അച്ഛാ, സംബന്ധമുള്ളവർ എന്നുദ്ദേശിച്ചത്? അച്ഛൻ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിലും ഒന്നുകൂടി ഉറപ്പിക്കാനായി മഹേന്ദ്രൻ എടുത്തു ചോദിച്ചു. സംബന്ധക്കാർ എന്ന് പറഞ്ഞാൽ ശിവാമി മോളുടെ കുടുംബം. അവരും ഉണ്ടാവണം അന്ന് പൂജയ്ക്കിവിടെ. മുത്തശ്ശൻ ശബ്ദമൽപ്പം ഉയർന്നു. നീ വേണം മഹേന്ദ്ര അവരെ ഇങ്ങോട്ട് ക്ഷണിക്കാൻ, കേട്ടല്ലോ. തറവാട്ടിലെ ഇളം തലമുറക്കാരന്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യ പൂജയാ നടക്കാൻ പോകുന്നത്. അപ്പോൾ അവരുടെ സാമീപ്യം ഇവിടെ ആവശ്യമാണ്. മനസ്സിലായോ നിനക്ക്? അച്ഛാ, മനസ്സിലായി. ഞാൻ വിളിച്ചോളാം. അച്ഛൻ പറഞ്ഞതിന് മഹേന്ദ്രൻ അനുസരണയോടെ തലയാട്ടി. അത് കേട്ടതും ശിവയുടെ മുഖം വിടർന്നു. അപ്പുവിനും ആദിക്കും ഒക്കെ സന്തോഷം തോന്നി. കാരണം ഒറ്റ തവണ കൊണ്ട് അവർക്ക് പ്രിയപ്പെട്ടവർ ആയതാണ് നവസിലുള്ളവരെല്ലാം. അപ്പോ ചിത്തുവേട്ടത്തിയെ ഉടനെ കാണാം. മനസ്സിൽ അത് ചിന്തിച്ചുകൊണ്ട് അപ്പു നോക്കിയത് അനിയുടെ മുഖത്തേക്കാണ്. എന്തോ അവളുടെ ഉള്ളിൽ വീണ്ടും അന്ന് ചൈത്രയെ കണ്ടപ്പോൾ ഉണ്ടായിരുന്ന ആ പഴയ സംശയം ഉടലെടുത്തു. നിറഞ്ഞു വന്ന സന്തോഷത്തോടെ ശിവ വൈഭവിന്റെ മുഖത്ത് നോക്കി. എന്നാൽ അവന്റെ ആ മുഖത്ത് പ്രത്യേകിച്ചൊരു ഭാവമാറ്റം അവൾക്ക് കാണാൻ കഴിഞ്ഞില്ല. ഓ, ഇത് പിന്നെ ഉരുക്ക് കൊണ്ടുണ്ടാക്കിയതാണല്ലോ. അവൾ അവനെ നോക്കി പയ്യെ പിറുപിറുത്തു. അപ്പോഴും എന്നെ ഇതൊന്നും ബാധിക്കുന്ന കാര്യമേ അല്ല എന്ന ലുക്ക് വിട്ട് ഒരേ നിൽപ്പാണ് വൈഭവ്. വൃന്ദേ, കാർത്തികിനോടും അവന്റെ ഭാര്യയോടും ഉടനെ വരാൻ പറയണം, കേട്ടല്ലോ. അച്ഛാ. എഴുന്നേറ്റ് വൃന്ദയ്ക്ക് നേരെ തിരിഞ്ഞ് മുത്തശ്ശൻ പറഞ്ഞതും അവർ അനുസരണയോടെ തലയാട്ടി. മുത്തശ്ശൻ എഴുന്നേറ്റ് കണ്ടതും വൈഭവ് ആദ്യമേ മുകളിലേക്ക് കയറി. ദേ പോണു കടുവ. ഇങ്ങനെ വലിയ ഒളിമ്പിക്സിനും പോവുകയാണോ? എന്തൊരു സ്പീഡപ്പാ. വൈഭവിന്റെ പിറകെ വെച്ചു പിടിപ്പിക്കുന്നതിനിടയിൽ ശിവ പയ്യെ പിറുപിറുത്തു. വൈഭവിന് പിറകെ ഓടിപ്പോകുന്ന ശിവയെ നോക്കി അവരെ തന്നെ നോക്കി നിന്ന് അനി ഒന്ന് ചിരിച്ചു. വൈഭവ് ഫ്രഷ് ആയി ഇറങ്ങുന്നതും കാത്ത് ബാത്റൂമിന്റെ ഡോറിന് മുന്നിലൂടെ കൈവിരലും കടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ശിവ. പൂജയ്ക്ക് ഇങ്ങോട്ട് വരാനായി അച്ഛനെ വീട്ടിൽ പോയി ക്ഷണിക്കണം. അതിന് ഡോക്ടറുമായി പോകണം. അതാണ് അവളുടെ ഉദ്ദേശം. പക്ഷേ ഈ കാര്യം വൈഭവിനോട് എങ്ങനെ പറയുമെന്നാണ് പെണ്ണിന്റെ ചിന്ത. വിളിച്ചാ വരുമോ? എന്നോട് കൂട്ടായ സ്ഥിതിക്ക് ഇനി വരുമായിരിക്കും. അന്ന് തന്നെ പറയാതെ ഓടി വന്നില്ലേ കടുവ. പിന്നെ ഓന്നിന്റെ സ്വഭാവമാ ആ കാലന്. നിന്ന നിപ്പില നിറം മാറുന്നത്. എന്റെ മഹാദേവ, ആ കടുവയുടെ മൂട് നീ ഒന്ന് മാറ്റണേ. ശിവ മുകളിലോട്ട് നോക്കി കണ്ണൊന്നടച്ചു പ്രാർത്ഥിച്ചു. താഴേക്ക് നേരെ നോക്കിയതും കണ്ടത് വെള്ളത്തുള്ളികൾ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു വിരിഞ്ഞ നെഞ്ചാണ്. അയ്യോ, കടുവയുടെ സിക്സ് പാക്ക്.
കണ്ണു മിഴിച്ചു പറഞ്ഞുകൊണ്ട് അവൾ നോക്കിയതും അവനൊന്ന് അമർത്തി ചുമച്ചു. ഞെട്ടിപ്പോയ ശിവ അവനെ നോക്കി നന്നായി വിളിച്ചു. കാര്യം പറ. ഒറ്റ പിരിയം പൊക്കി അവൻ ഗൗരവത്തിൽ ചോദിച്ചു. അതെ, എപ്പോഴും ഇങ്ങനെ മസിൽ പിടിച്ച മുഖവുമായി നിൽക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ലേ? അല്ല, ദേഷ്യം വരുമ്പോഴൊക്കെ ഇങ്ങനെ നിൽക്കുന്നവരെ കണ്ടിട്ടുണ്ട്. ഇത് ഞാൻ കാണുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഭാവമാണല്ലോ മാഷേ. അതെന്താ അങ്ങനെ? അതെന്താണെന്ന് ഞാൻ നിനക്ക് വൃത്തിയായിട്ട് പിന്നെ പഠിപ്പിച്ചു തരാം. മോളിപ്പോ കാര്യം പറ. കുറേ നേരമായല്ലോ ഒറ്റയ്ക്ക് നിന്ന് പിറുപിറുക്കുന്നു. അത് പിന്നെ ഒരു ചിന്ന കാര്യം. മുത്തശ്ശൻ ഇന്ന് പറഞ്ഞില്ലേ വീട്ടിലെ പൂജയ്ക്ക് എൻ്റെ അച്ഛനെയൊക്കെ വിളിക്കുന്ന കാര്യം. അത് നമുക്ക് അവരെ വീട്ടിൽ പോയി ക്ഷണിക്കാം. ഞാൻ എങ്ങും വരുന്നില്ല. താൻ വേണമെങ്കിൽ ഒറ്റയ്ക്ക് പൊയ്ക്കോ എന്നല്ലേ പറയാമെന്നേ. പെണ്ണ് പറയുന്നത് കേട്ട് അവൻ എന്തോ പറയാനായി തുടങ്ങിയതും അവൾ ചാടിക്കേറി അവൻ പറയും പോലെ കട്ടസ്വരത്തിൽ അവനോട് പറഞ്ഞു. വൈഭവ് അവളെ ഒന്ന് ഇരുത്തി നോക്കി. ഡോക്ടറെ, അന്ന് പറഞ്ഞ ആ ഭുജിക്കഥ ഓർമ്മയുണ്ടല്ലോ അല്ലേ? എൻ്റെ ഭുജിയോട് ഞാൻ ചോദിക്കുന്ന ആദ്യത്തെ കാര്യമായത്. ഇത് നിങ്ങൾ എനിക്ക് സമ്മതിച്ചു തന്നേ പറ്റൂ. ഇല്ലെങ്കിലോ? അവൾ ചിരിയോടെ പറഞ്ഞത് കേട്ട വൈഭവ് ഇരു കൈകളും കെട്ടി നിന്ന് ഗൗരവത്തിൽ ചോദിച്ചു. ഇല്ലേൽ വേറൊന്നും ചെയ്യില്ല. ഞാനിപ്പോൾ തന്നെ നിങ്ങളുടെ മുറപ്പെണ്ണുങ്ങൾ രണ്ടുപേരുടെയും അരികെ പോയി പറയും. ഞാനും നിങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്നും ഞാൻ നിങ്ങളുടെ വെറുമൊരു വാടക ഭാര്യയാണെന്നുമൊക്കെ. അത് കേൾക്കേണ്ട താമസം. പിന്നെ അതുങ്ങൾ രണ്ടും കൂടെ ഈ രാത്രിക്ക് രാത്രി തന്നെ നിങ്ങളെ രണ്ടായി മുറിച്ച് കല്യാണം കഴിക്കാൻ പ്ലാനിടും. അത് വേണോ മാഷേ? എളിക്ക് കൈകുത്തി കള്ളച്ചിരിയോടെ പെണ്ണ് ശിവ പറഞ്ഞതും വൈഭവിന് ചിരി പൊട്ടി. ചുണ്ടു കൂട്ടിപ്പിടിച്ച് തല ഒന്ന് കുടഞ്ഞവൻ ചിരിച്ചു. അപ്പൊ എങ്ങനെയാ? ദി ഗ്രേറ്റ് വൈഭവ് വർമ്മ എനിക്ക് തന്ന വാക്ക് പാലിക്കുമല്ലേ? കുറുമ്പോടെ ശിവയുടെ ശബ്ദം വീണ്ടും അവനിലേക്ക് ഉയർന്നു. 1 അവർ, ഒറ്റ മണിക്കൂർ മാത്രമേ ഞാൻ നിന്റെ വീട്ടിൽ നിൽക്കൂ. മതി, ധാരാളം. ഗാംഭീര്യമാർന്ന സ്വരത്തിൽ കടുപ്പത്തിൽ അവൻ പറഞ്ഞതും ശിവ ചിരിയോടെ അവന് നേരെ കൈ നീട്ടി. അവനൊന്നും മിണ്ടാതെ അവളുടെ കൈയിലേക്ക് അവന്റെ കൈ ചേർത്തു. ശിവ അവന്റെ കയ്യിൽ മുറുകെ പിടിച്ചതും വൈഭവ് ഒറ്റ വലി. പെട്ടെന്നുള്ള അവന്റെ വലിയിൽ അവൾ മുന്നോട്ടാഞ്ഞ് അവന്റെ നെഞ്ചിലേക്ക് വീണു. ഞെട്ടിപ്പിടഞ്ഞു പോയ ശിവ അവനെ മുഖമുയർത്തി നോക്കി. മേലാൽ എന്നെ ഇനി കടുവയെന്ന് വിളിച്ചേക്കരുത് കേട്ടോടി ഉണ്ടക്കണ്ണി. മുഖത്ത് ഗൗരവം ഒട്ടും മായാതെ തന്നെ അവൻ കടുപ്പത്തിൽ അവളോട് പറഞ്ഞു. ശിവയുടെ നെഞ്ചിടിപ്പ് ഉയർന്നു. പിടയ്ക്കുന്ന മിഴികളോടെ അവൾ അവനെ നോക്കി. ഗൗരവമാണ് ഇപ്പോഴും ആ മുഖത്ത്. അവളെ ഒന്ന് ഇരുത്തി ഒന്നുകൂടി നോക്കിയിട്ട് അവളുടെ മേലുള്ള പിടിവിട്ടവൻ ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറിപ്പോയി. താൻ പറഞ്ഞത് അവൻ കേട്ടിരുന്നെന്ന് ഓർത്തതും ശിവയുടെ മുഖമെല്ലാം അങ്ങ് ചുവന്നുപോയി. ഒരുപാട് നാണത്തോടെ. അത്താഴം കഴിഞ്ഞ് മുറിയിലേക്ക് നടക്കുമ്പോഴേ ചൈത്രയുടെ മുറിക്ക് മുന്നിൽ ചെന്നു സേതു. ചാരിയിട്ടിരിക്കുന്ന ഡോർ ഒന്ന് തുറന്ന് അകത്തേക്ക് നോക്കി. കട്ടിലിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന പെണ്ണിനെ കണ്ടതും അയാളുടെ നെഞ്ചൊന്ന് വിങ്ങി. ഇപ്പോൾ ആരോടും മിണ്ടാറില്ല അവൾ. മുറിക്ക് പുറത്തേക്ക് ഇറങ്ങാറ് പോലുമില്ല. ജാനുമ്മ നിർബന്ധിച്ചുകൊണ്ട് കൊടുക്കുമ്പോഴാണ് 2 പറ്റി ആഹാരമെങ്കിലും കഴിക്കുന്നത്. ദിനം പ്രതി വഷളായി വരുവാണ് അവളുടെ അവസ്ഥ. വീണ്ടും ഒരു മാനസിക നില തെറ്റുന്നത് അവസ്ഥയിലേക്ക് പെണ്ണ് വഴുതിപ്പോകുമെന്ന് അയാൾ വല്ലാതെ ഭയപ്പെട്ടു. പെട്ടെന്ന് സേതുവിന്റെ കയ്യിലെ ഫോൺ റിങ് ചെയ്തതും അയാൾ അത് സൈലന്റാക്കി. ചൈത്രയുടെ വാതിലടച്ച് തിരിഞ്ഞ് അവിടെ നിന്ന് മാറിപ്പോയിട്ട് ഫോൺ നോക്കി. മഹേന്ദ്രവർമ്മ. ട്രൂ കോളിൽ തെറിഞ്ഞ ആ പേര് കണ്ടതും സേതുവിന്റെ മുഖം ചുവന്നു. അയാളുടെ കണ്ണുകൾ പകയോടെ കനലെരിഞ്ഞു. കണ്ണുകളൊന്ന് ഇറുക്കി അടച്ച് തുറന്ന് അയാൾ ഫോൺ അറ്റൻഡ് ചെയ്തു. ഹലോ സേതുമാധവ, എന്നെ മനസ്സിലായോ? ഇല്ല. ഒട്ടും ഗൗരവം കുറയ്ക്കാതെ സേതു പറഞ്ഞു. സേതുമാധവ, ഞാൻ മഹേന്ദ്രനാണ്, വൈഭവിന്റെ അച്ഛൻ. ഓ, സാറായിരുന്നോ? എൻ്റെ മകളെ സാറിൻ്റെ മകന് കെട്ടിച്ചു തന്നു എന്നല്ലാതെ നമ്മൾ തമ്മിൽ ഇതുവരെ സംസാരിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് ശബ്ദം കേട്ടിട്ട് എനിക്ക് ആളെ മനസ്സിലായില്ല. സേതു ഒരു പുച്ഛത്തോടെ പറഞ്ഞു. അത് മഹേന്ദ്രന് ഒന്ന് കൊണ്ടു. ശരിയാണ് സേതു പറഞ്ഞത്. മകന്റെ ഭാര്യയുമായോ ഭാര്യയുടെ വീട്ടുകാരുമായോ ഒരടുപ്പവും താൻ കാണിച്ചിട്ടില്ല എന്ന് അയാൾ ഓർത്തു. സേതു, പെട്ടെന്നായിരുന്നല്ലോ കുട്ടികളുടെ കല്യാണം. പിന്നെ വൈഭവിന്റെ ഇഷ്ടമാണ് ആദ്യം മുതലേ എടുത്തത്. അതുകൊണ്ട് തന്നോട് ഇതുവരെ ഒന്ന് തുറന്ന് സംസാരിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഐ ആം സോറി. മഹേന്ദ്രൻ വളരെ താഴ്ന്ന സ്വരത്തിൽ ക്ഷമാപണം പോലെ പറഞ്ഞു. എന്നാൽ അത് കേൾക്കുന്തോറും സേതുവിൽ വല്ലാത്തൊരു ദേഷ്യം നിറയുകയാണ് ചെയ്തത്. എങ്കിലും അയാൾ അത് നിയന്ത്രിച്ചു നിന്നു. എന്നിട്ട്, ഏയ്, വൈഭവിന്റെ അച്ഛൻ എന്നോട് ക്ഷമ ചോദിക്കരുത്. നിങ്ങളൊക്കെ വലിയ ആളുകളല്ലേ, തിരക്കിനിടയിൽ വിട്ടുപോയതാണെന്ന് എനിക്കറിയാം, ചിരിയോടെ സേതുവും പറഞ്ഞു. അത് കേൾക്കെ മഹേന്ദ്രന് ആശ്വാസമായി. അപ്പൊ സേതു, ഞാൻ വിളിച്ചത്, വരുന്നതിന്റെ പിന്നത്തെ ഞായറാഴ്ച തറവാട്ടിൽ വെച്ചൊരു പൂജയുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയാണ് അത് പ്രധാനമായും നടത്തുന്നത്. അതിന് സേതു കുടുംബത്തോടെ വന്ന് പങ്കെടുക്കണമെന്ന് പറയാനാ ഞാൻ വിളിച്ചേ. അതിനെന്താ, നല്ല കാര്യമല്ലേ അത്. വൈഭവിന്റെ അച്ഛൻ ആദ്യമായി ഇങ്ങോട്ട് വിളിച്ച് ക്ഷണിച്ചതല്ലേ. ഞാൻ എത്തിയിരിക്കും. അവസാന വാക്കുകൾ പറയുമ്പോൾ സേതുവിന്റെ ശബ്ദം കുറച്ച് കടുത്തിരുന്നു. എന്നാ ശരി സേതു, നമുക്ക് ഇനിയും കാണാം. പിന്നെ എന്നെ ഇനി വൈഭവിന്റെ അച്ഛൻ എന്നൊന്നും വിളിച്ച് കഷ്ടപ്പെടേണ്ട. നമ്മളിപ്പോൾ ബന്ധുക്കളാണ്. അതുകൊണ്ട് ഇനി എന്നെ മഹേന്ദ്രൻ എന്ന് വിളിച്ചാൽ മതി താൻ.
സന്തോഷത്തോടെ മഹേന്ദ്രൻ പറഞ്ഞതും സേതുവിൽ പുച്ഛം നിറഞ്ഞു. എന്നാ ശരി, വീണ്ടും കാണാം മഹേന്ദ്ര. ഓക്കെ സേതു. അത്രയും പറഞ്ഞ് ആ കോൾ അവിടെ അവസാനിപ്പിച്ചു സേതു. അപ്പോൾ മാണിക്യമംഗലത്തേക്ക് സേതുമാധവന് ക്ഷണം വന്നിരിക്കുന്നു. കൊള്ളാം, വിളിച്ച സ്ഥിതിക്ക് പോകണം. കാണാൻ ഇനിയുമുണ്ടല്ലോ എനിക്ക് ആളുകൾ അവിടെ. അവരെ അവിടെ ചെന്ന് തന്നെ കാണണം എനിക്ക്. കണ്ണിൽ അണയാത്ത പകയുടെ അഗ്നിയുമായി സേതു പറഞ്ഞു.